നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസം 28 തീയതി 1200 ആണ്ട് ഇടവ മാസം 14 തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. മകയിരം നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ് മകയിരം. ആഴ്ചയും കൊള്ളാം. ബുധനാഴ്ചയും മകയിരം നക്ഷത്രവും ആയിട്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. വളരെ ഭാഗ്യദായകമായ അവസ്ഥകളെ പ്രദാനം ചെയ്യുന്ന സമയമാണ് ഈ സമയം. വളരെ ഭാഗ്യദായകമായ അവസ്ഥാവിശേഷത്തെ പ്രദാനം ചെയ്തു തരും. വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം, എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നല്ല ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കുക. കാരണം ബുധൻ പ്രവൃത്തികാരകനാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത് തരും. അപ്പം നമ്മൾ ചെയ്യാൻ പോണ എന്ത് കാര്യം അതിനെ ബുധൻ സപ്പോർട്ട് ചെയ്ത് തരും. അതാണ് ബുധൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്തുകൊള്ളുക എന്ന് നല്ല ദിവസവും നല്ല നക്ഷത്രവും വരികയാൽ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് അടുത്ത 4 ദിവസം നല്ലത് കിട്ടിയെന്നിരിക്കില്ല. അതുകൊണ്ട് കിട്ടിയ ദിവസത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതുപോലെ മകയിരം നക്ഷത്രം, ഇടവ മാസത്തിലെ മകയിരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ബുധൻ പ്രവൃത്തികാരകനാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കും. ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങിക്കൊള്ളുക. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവർ അതിനു വേണ്ടി ശ്രമിക്കുക. മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ബുധൻ ശരിക്ക് വാക്കുകാരകനും ബുദ്ധികാരകനുമാണ്. ശരിക്ക് മാധ്യമ പ്രവർത്തകർ, എഴുത്തുകാർ, അതുപോലെ വിദ്യാഭ്യാസപരമായി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ടീച്ചർമാർ, അതുപോലെ പഠിക്കുന്ന കുട്ടികൾ, വിദ്യയ്ക്ക് തന്നെ തടസ്സം വന്നിരിക്കുന്നവർ പേടിക്കേണ്ട. നിങ്ങൾ വിദ്യ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് വിദ്യയിൽ വിജയം ഉണ്ടാവും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഉപരിപഠന സാധ്യത തെളിയും. പുറത്തൊക്കെ പോയി പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി ഈ വർഷത്തെ വിനിയോഗിച്ചോളുക. നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലും കിട്ടാൻ ഇടവരും. അതുകൊണ്ട് ഈ വർഷത്തെ വേസ്റ്റ് ചെയ്യരുത്. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി ഇന്ന് യാത്ര ചെയ്യാം. നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ യാത്രയ്ക്ക് മാത്രം രാഹുകാലം നോക്കിയാൽ മതി. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം വരുന്നത് 12:22 തൊട്ട് 1:56 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം നമുക്ക് ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ ഒരു ശുഭകാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയമുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 10:48 തൊട്ട് 12:22 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 7:40 തൊട്ട് 9:14 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഒരു ശുഭകാര്യങ്ങൾക്കും ഈ സമയം എടുക്കാതിരിക്കുക. അവിടെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:57 തൊട്ട് 12:45 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. അല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുണ്ട്. ഈ അഭിജിത്ത് മുഹൂർത്തവും നമുക്ക് അനുകൂലപ്രദമായ മുഹൂർത്തം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് ഓരോ യാത്രയ്ക്ക് നല്ല ദിവസമാണ്. ഓരോ യാത്രയ്ക്ക് പോകുമ്പോഴും പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുകയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ നമുക്ക് ഫുൾ പച്ച ഇട്ടുകൊണ്ട് നടക്കണമെന്നല്ല. വസ്ത്രധാരണത്തിൽ ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും എഴുതുണ്ട് പച്ച കളറ് വസ്ത്രം കയ്യിൽ കരുതുന്നത് ഇടയ്ക്കിടയ്ക്കെടുത്ത് മുഖം തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും. നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഐശ്വര്യപ്രദമായി തീരട്ടെ. ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.